الله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على رسوله الأمين والعاقبة للمتقين عباد الله أوصيكم ثانيا وإياي بتقوى الله. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. മനുഷ്യന് മനുഷ്യത്വം ഇല്ലാതെയാവുന്ന, മനുഷ്യൻ മൃഗമായി പോകുന്ന അവസ്ഥ അതെന്തുമാത്രം വലിയ ദുര്യോഗമാണ്. സൃഷ്ടാവായ നാഥൻ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഈ ജീവിതമെന്ന മഹാഭാഗ്യം, അതിൻ്റെ അവസരങ്ങൾ, അതിലെ സൗകര്യങ്ങൾ, അതിൻ്റെ സവിശേഷതകൾ നശിപ്പിച്ചു കളയുന്നത് എന്തുമാത്രം കുറ്റകരമാണ്. അതിനെക്കുറിച്ച് ഗൗരവമായി നാം ബോധവാന്മാരായിരിക്കണം എന്നതാണ് ലഹരി വിരുദ്ധ ദിനമായ ഇന്നത്തെ ദിവസം ജുമയിലൂടെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ വചനം, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്. വ കുല്ലുക്കും റായിൻ അൻ മസ്ഊലുൻ റഅയതിഹി. ഓരോരുത്തരും തൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കുടുംബം, പുരുഷൻ തൻ്റെ കുടുംബത്തെക്കുറിച്ച് കുടുംബനാഥൻ ബാധ്യതയുള്ളവനാണ്. കുടുംബത്തെയും മക്കളെയും വീട്ടിലെ അന്തരീക്ഷത്തെയും കുറിച്ച് കുടുംബിനിയായ ഭാര്യ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഉമ്മ അതിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്. ഗുരുനാഥൻ മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തത്തിലാണ്. പുതിയ തലമുറയുടെ ഭാവിയെക്കുറിച്ച് ഗുരുനാഥന്മാർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഭരണാധികാരികൾ അവരുടെ ഭരണീയരെക്കുറിച്ച് ഉത്തരവാദിത്തമുള്ളവരാണ്. ഓരോ ഉദ്യോഗസ്ഥരും ഓരോ തൊഴിലാളികളും തൻ്റെ തൊഴിൽ ചെയ്യുന്നിടത്ത്, തൻ്റെ സ്ഥാപനത്തോട്, എല്ലാ മേഖലയിലും ആർക്കും അവൻ്റെ അനേകം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള കൂട്ടുത്തരവാദിത്തങ്ങളുള്ള, ഒറ്റയ്ക്കും കൂട്ടമായുമുള്ള ഒരുപാട് ബാധ്യതകളുള്ള സാമൂഹിക ജീവിതമാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായും സത്യസന്ധമായും ബാധ്യതകൾ നിറവേറ്റിയിട്ടുണ്ടോ? അവിടെ തിന്മകൾക്ക് അവസരം നൽകാത്ത രീതിയിൽ, നന്മകൾക്ക് പ്രോത്സാഹനമുണ്ടാവുന്ന, തിന്മകളുടെ വഴികൾ തടയുന്ന, അടക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? നീ മനുഷ്യത്വത്തിൻ്റെ ഉന്നതമായ നന്മയുടെ വിവേകത്തിൻ്റെ ലക്ഷണമുള്ള നിൻ്റെ വ്യക്തിത്വം എപ്പോഴും നിനക്ക് പുലർത്താൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. അവൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ മുന്നിൽ സത്യസന്ധ്യമായി നീതിയുടെ കോടതിയിൽ ജയിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് നന്മയുടെ മാത്രം സന്ദേശം നൽകുന്ന പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ തിന്മകൾക്കെതിരിലും ശക്തമായ എല്ലാ രീതിയിലുള്ള പ്രതിരോധത്തിൻ്റെ നിലപാടുകൾ സ്വീകരിക്കാനും ഉറച്ചു നിൽക്കുവാനും മുന്നോട്ട് നീങ്ങുവാനും സാധിക്കണം. പുതിയ തലമുറയെ, നമ്മുടെ മക്കളെയെല്ലാം ഈ രംഗത്ത് സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മാരകമായ വിപത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന്, കെടുതികളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പുതിയ തലമുറയെയും നമ്മുടെ മക്കളെയും നാടിനെയും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കാക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أدم على دولة الإمارات عزها ونصرها واستقرارها وازدهارها وخيرها ورخاءها. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وبارك في عمره وعامله. اللهم وفقه ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فسيح جناتك يا رب العالمين. اللهم شمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات، المؤمنين والمؤمنات، الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله، اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.